നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബസ്സിലും കൊച്ചു കുട്ടികൾക്ക് രക്ഷയില്ല. അതും സർക്കാരിന്റെ KSRTC ബസ്സിൽ പീഡനം. KSRTC ബസ്സിൽ വെച്ച് 11കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശി ഗഫൂറിനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഗഫൂർ. കേരളത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നത് തുടർക്കഥയാകുന്നു. ആരും മെഴുകുതിരി കത്തിക്കാനും മുദ്രാവാക്യം മുഴക്കാനും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാനും മുന്നോട്ട് വരുന്നില്ല. മാത്രമല്ല, പെണ്ണെഴുത്തുകാരും ഇടത് ബുദ്ധിജീവികളും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രചരണം നടത്തുന്നുമില്ല. സമൂഹത്തിൽ നല്ലൊരു സന്ദേശം പോലും നൽകുന്നില്ല. സാഹിത്യകാരന്മാരും സിനിമാക്കാരും എഴുത്തുകാരുമെല്ലാം സർക്കാർ സൗജന്യവും ആനുകൂല്യവും പറ്റാൻ ക്യൂ നിൽക്കുകയാണ്. നവോത്ഥാന മതിൽ നിർമ്മാണത്തിനായി ഇറങ്ങിയ ആരും കുഞ്ഞുങ്ങളുടെ സഹായത്തിനായി എത്തുന്നില്ല. ഇപ്പോഴിതാ സർക്കാരിന്റെ സ്വന്തം KSRTC ബസ്സിൽ നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് പീഡന കേസിൽ പ്രതി. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന കുട്ടിയെ ഇരിക്കുന്ന സീറ്റിനടുത്തെത്തി ശല്യം ചെയ്തെന്നാണ് പരാതി. മാർച്ച് 31-നായിരുന്നു സംഭവം. കുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തതായാണ് ആരോപണം. തുടർന്ന് ബഹളം വച്ചപ്പോഴാണ് ആളുകൾ കൂടിയത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കുട്ടി ബഹളം വച്ചതിനെ തുടർന്ന് യാത്രക്കാർ ബസ് നിർത്തിക്കുകയായിരുന്നു. കായംകുളം CA VK സാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ഗഫൂറിനെതിരെ പോക്സോ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിനിടെ അമ്മയുടെ ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി കോലാഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനായിട്ടില്ല. രക്തസമ്മർദ്ദവും കുറഞ്ഞ നിലയിലാണ്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം ട്യൂബ് വഴി നൽകുന്നുണ്ട്. 7 വയസ്സുകാരന്റെ സഹോദരൻ 4 വയസ്സുകാരനെ പീഡിപ്പിച്ച സംഭവത്തിലും പ്രതി തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദിനെ പോലീസ് പോക്സോ കേസെടുത്തിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തി വേറെയും കേസെടുക്കും. 7 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ വധശ്രമം ഉണ്ടായെന്ന് 7 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അരുണിനെതിരെ ചുമത്തിയിരുന്നു. ഇതിനു പുറമെയാണ് പോക്സോ കേസും രജിസ്റ്റർ ചെയ്തത്. കൊച്ചുകുട്ടികൾക്കെതിരായ ക്രൂര പീഡനങ്ങൾക്കെതിരെ വേണ്ട വിധം പ്രതികരിക്കാനും രംഗത്ത് വരാനും ഇനിയും കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക നായകരും നവോത്ഥാനക്കാരും തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.